ഇത് മോജോ ഫാക്ടറി. എന്റെ പേര് കാൾ. ആൻഡ് ഇന്നലെ നമ്മളിപ്പം മോജോ ഫാക്ടറിയിൽ ക്ലബ് FM 99.6 ഈദ് സ്പെഷ്യൽ മോജോ ഫാക്ടറി ആയിരുന്നു. നമ്മളിപ്പം ഉമ്മ ഉണ്ടായിരുന്നു. ആൻഡ് ഉമ്മയുടെ ഒരു ബ്യൂട്ടിഫുൾ കഥ നമുക്കൊരു ഉമ്മ പറഞ്ഞു തന്നു. ആൻഡ് ഇപ്പോ എന്റെ ഒപ്പം RJ ഷാൻ ജോയിൻ ചെയ്യുന്നു. ഉമ്മ, ഒരുപാട് സന്തോഷം ഉമ്മ അങ്ങോട്ട് വന്നതിന്. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഉമ്മയുടെ. കൊല്ലത്താണ് ഉമ്മ ജനിച്ചതും വളർന്നതൊക്കെ. കൊല്ലത്ത് ചന്ദനത്തോപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് ഉമ്മ വളർന്നത്. പക്ഷെ ആ സമയത്താണ് ഉമ്മ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 13 വയസ്സല്ല ഉമ്മക്ക്, 13 വയസ്സുള്ള സമയത്ത് തൊട്ടപ്പുറത്ത് അബു എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. പുള്ളിക്ക് ഉമ്മയോട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് അദ്ദേഹം കത്ത് എഴുതുമായിരുന്നു. ആ കത്തുകള് പുള്ളി ചീനിത്തണ്ടിലാണ്. എങ്ങനെ ഉമ്മ അത് ചെയ്തിരുന്നത്? ചീനിക്കം പൊടിച്ച് അതിന്റെ അകത്തിരിക്കുന്ന ചോറെടുത്ത് മൂവ് ചെയ്ത് കളഞ്ഞിട്ട് അതിനകത്ത് കത്തെഴുതി ചെറുതായിട്ട് ഒരു ബീഡിയുടെ കണക്കിനാക്കി അതിനകത്ത് കുത്തിക്കയറ്റി വെച്ച് നടന്നു പോകുമ്പോൾ തറയിലിട്ട് തട്ടി തട്ടി ഏതെങ്കിലും ഒരു ഭാഗത്ത് ഞാൻ കാണുന്ന രീതിയിൽ കൊണ്ടുവച്ചിട്ട് പോകും. ചില സമയത്ത് 2 ദിവസമൊക്കെ അവിടെ കിടക്കേണ്ടി വരും. എടുക്കാൻ പറ്റത്തില്ല എനിക്ക്. ചിലപ്പം മഴ പെയ്ത് നനഞ്ഞു പോവും. എന്നാലും പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ എന്റെ ഉമ്മയുടെ കണ്ണ് വെട്ടിച്ച് അത് പോയി എടുത്ത് വായിക്കും. പക്ഷെ മറുപടി ഒന്നും കൊടുക്കാൻ എനിക്ക് ഒത്തിട്ടില്ല. കത്തൊക്കെ എടുത്ത് വായിച്ച് ആസ്വദിക്കുമായിരുന്നു. ആ അബുവിനെ ഇതുവരെ ഉമ്മ പിന്നീട് കണ്ടിട്ടില്ല. ഒരു ദിവസം ഉമ്മയുടെ കല്യാണം നിശ്ചയിച്ചു. ആ സമയത്ത് അബു പറഞ്ഞു ഇറങ്ങി വന്നാൽ കൊണ്ടുപോവാന്ന് പറഞ്ഞു. പക്ഷെ ഉമ്മക്ക് ഇറങ്ങിപ്പോവാൻ പറ്റിയില്ല. കാരണം ഒരേ ഒരു വാതിലേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ആ വാതിലിന് കുറുകെ അമ്മാവൻ കിടക്കുകയായിരുന്നു. അന്ന് രാത്രി അമ്മാവനെ അനക്കാണ്ട് വാതിൽ കിടക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഉമ്മാന്റെ സ്റ്റോറി. പക്ഷെ ആ അബു എന്നുള്ള വ്യക്തി, അദ്ദേഹം ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. അദ്ദേഹം ഏത് നാട്ടില് ഉണ്ടോ തന്നെ അറിയില്ല. ഉണ്ടെങ്കിൽ ദീർഘായുസോടെ ജീവിച്ചിരിക്കട്ടെ. എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നെന്ന് അറിഞ്ഞാൽ മതി. അദ്ദേഹം എഴുതിയ കവിത ഉമ്മ ഒരു പാട്ട് പോലെ നെഞ്ചിൽ പാടി നടക്കാറുണ്ട്. ആ കവിതയാണ് കാള് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മ്യൂസിക് മോജോയില്. പക്ഷെ ഇതൊരു പഴയ പാട്ടാണല്ലോ ഉമ്മ. പഴയ പാട്ടാണ്. പഴയ പാട്ടിന്റെ ട്യൂണിലാണ് ഈ അബു ഈ ഒരു കവിത എഴുതിയത്. അപ്പോ ഈ ഒരു പാട്ട് നമ്മള് പ്രൊഡ്യൂസ് ചെയ്ത് ഉമ്മ പാടി ഇന്നലെ പാടി വെച്ചതാണ് മോജോ ഫാക്ടറിയില്. നമുക്ക് കേട്ടു നോക്കിയാലോ ഉമ്മ? ആട്ടെ പൊട്ടെ ഇരിക്കട്ടെ സൗദോ നിന്നെ കാത്ത് കാത്ത് കുഴഞ്ഞല്ലോ അബു ഞാൻ. ആട്ടെ പൊട്ടെ ഇരിക്കട്ടെ സൗദോ നിന്നെ കാത്ത് കാത്ത് കുഴഞ്ഞല്ലോ അബു ഞാൻ. നിന്നെ കാണും നേരം എന്റെ സൗദോ എന്റെ ശങ്കിലൊരു കിരികിരിപ്പ് വരണ. കണ്ടുമുട്ടാൻ ആശയുണ്ട്, കണ്ടിടുമ്പോൾ വേദാറുണ്ട്. വാപ്പ കണ്ടാൽ സൂപ്പ് വയ്ക്കും എന്നെ. അമ്മ മാപ്പ് നൽകിയിടണമേ പൊന്നെ. ആട്ടെ പൊട്ടെ ഇരിക്കട്ടെ സൗദോ നിന്നെ കാത്ത് കാത്ത് കുഴഞ്ഞല്ലോ അബു ഞാൻ. വെയില് കൊണ്ട് കുഴഞ്ഞല്ലോ, കത്തഴൂതി തളർന്നല്ലോ, കുത്തുവാക്ക് പറഞ്ഞല്ലോ ഉമ്മ. എന്നാലും നിന്നെ ഞാൻ കെട്ടിടാതെ അടങ്ങുള്ള തീർച്ച. പേടി ഭയം കൂടാതെ വരുന്നോ. ആട്ടെ പൊട്ടെ ഇരിക്കട്ടെ സൗദോ നിന്നെ കാത്ത് കാത്ത് കുഴഞ്ഞല്ലോ അബു ഞാൻ. നിന്നെ കാണും നേരം എന്റെ സൗദോ എന്റെ ശങ്കിലൊരു കിരികിരിപ്പ് വരണ. ആട്ടെ പൊട്ടെ ഇരിക്കട്ടെ സൗദോ നിന്നെ കാത്ത് കാത്ത് കുഴഞ്ഞല്ലോ അബു ഞാൻ. നിന്നെ കാണും നേരം എന്റെ സൗദോ എന്റെ ശങ്കിലൊരു കിരികിരിപ്പ് വരണ. അല്ല, ഇത്രയും പൊലിപ്പിച്ചെടുക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. നമ്മൾ പാടിയൊരു മൂളിപ്പാട്ട് ഒരു കത്തിനകത്തുള്ള 4 വരിയല്ലായിരുന്നു. ഉമ്മ, ഇതിൽ എല്ലാരും ആലോചിക്കേണ്ട ആരാണ് ഈ സൗദോ എന്ന്. ആ സൗദോ ആണ് ഈ ഇരിക്കണ ഉമ്മ. അബു സൗദോനാണ് കത്തെഴുതിയത്. എങ്ങനെ ഉമ്മ അത്? അയ്യോ, ആ കത്തിന് ഇങ്ങനെ കാലങ്ങൾക്ക് ശേഷം എത്ര വർഷം? ഇപ്പൊ 40-40 വർഷമായിട്ടുണ്ടാവില്ലേ? 45 വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ടാവും ആ കത്തെഴുതിയിട്ട്. 45 വർഷം കഴിഞ്ഞിട്ട് ആ കത്ത് റീപ്രൊഡ്യൂസ് ചെയ്യാണ്. ആ കത്തിന്റെ പരികൾക്ക് ട്യൂൺ കൊടുത്ത് ഒരു പുതിയ പാട്ടാക്കി മാറ്റി.
ഉമ്മക്ക് എന്താ തോന്നുന്നു ഇപ്പൊ? ഒരുപാട് അങ്ങ് പിറന്നോട്ട് പോയാന്നൊക്കെ തോന്നിയ അതേ തോന്നുന്നുള്ളു. ഇത് അബുക്ക് കേൾപ്പിച്ചു കൊടുക്കണ്ടേ? അമ്മാഹു എവിടെ പോയി കേൾപ്പിക്കുമോ? ഇപ്പോ അബുവിനെ കണ്ട എന്ത് പറയും ഉമ്മ? ഓ ഇനിയിപ്പോ എവിടെ വെച്ച് കാണാനാ അല്ലേ? ഒരിക്കൽ കൂടി കാണണമെന്നുണ്ടോ ആ പറഞ്ഞ അബു എന്നുള്ള തൊട്ടപ്പുറത്തെ വീട്ടില് എഞ്ചിനീയറിംഗ് കോളേജ് എവിടെ പഠിക്കായിരുന്നില്ലേ? കോളേജിൽ പഠിക്കായിരുന്നു പുള്ളി. ഒരിക്കൽ കൂടി കാണണം. എവിടെ കാണാന്? മിണ്ട കൈക്കറിയൊക്കെ കാണിക്കാം. കുതിച്ചത് നടക്കൂല വീതിച്ചത് നടക്കട്ടെ ഉലകത്തിൽ നാമക്കിനി കാണാം, അങ്ങനെ ഒരു പാട്ടുണ്ട്. അതുപോലെ വിധിച്ചതേ നടക്കൂ, കൊതിച്ചതൊന്നും നടക്കത്തില്ല അവനെ. അത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൂടെ വേണം.